ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് 5th സെമസ്റ്റർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഉണ്ടാക്കാനായിട്ട് ഓൾറെഡി പ്രിപ്പയർഡ് നോട്ടില്ല. അപ്പോൾ നോട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സമയം എടുക്കുന്നതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഡിലേ വരുന്നത്. നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്യാനുള്ള പ്രയാസമുണ്ടായി. പിന്നീട് അതിൻ്റെ നോട്ടും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സമയപരിമിതി മൂലം നമ്മളത് സ്കിപ്പ് ചെയ്യായിരുന്നു. ഫിസിക്സിൻ്റെ 2 മൊഡ്യൂളുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിൽ ഒരു മൊഡ്യൂളും കൂടെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന മൊഡ്യൂൾ കൂടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ പവർ ഇലക്ട്രോണിക്സ് പരമാവധി കഴിയുന്നത് മുഴുവനായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ വളരെ പ്രസക്തമായിട്ടുള്ള പാർട്ടുകളാണ് നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നോട്ടെല്ലാം തന്നെയും ഷോർട്ട് നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് SCR അഥവാ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുന്നത്, നമുക്ക് തൈറിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്. തൈറിസ്റ്റർ ഫാമിലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് PN ലെയർ ഉണ്ടാകും. നമുക്കറിയാം ഒരു സാധാരണ ഡയോഡിൽ PN മാത്രമേ ഉണ്ടാവുള്ളൂ, 2 ലെയർ Pയും Nഉം മാത്രമേ ഉണ്ടാവുള്ളൂ. PN ജംഗ്ഷൻ ഡയോഡ് എന്നാണ് പറയുക. എന്നാൽ തൈറിസ്റ്റർ ഫാമിലിയിലെ മെമ്പേഴ്സിന് PN അങ്ങനെ ഉണ്ടാകും, 4 ലെയർ ഉണ്ടാവും. അപ്പോൾ അത് 3 ജംഗ്ഷനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് SCR ആണ്, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. ഈ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഒരു തൈറിസ്റ്റർ ഫാമിലിയിൽപ്പെട്ട ഒരു മെമ്പറാണ്, വളരെ പ്രധാനപ്പെട്ട മെമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലെയർ ഉണ്ട്, PN ലെയർ ഉണ്ട്. ആ ഓരോ Pയും Nഉം ചേരുന്ന സ്ഥലത്ത് ഓരോ ജംഗ്ഷനാണ്. അങ്ങനെ ഇവിടെ 3 ജംഗ്ഷനുകളുണ്ട്, J1, J2, J3. ചിത്രത്തിൽ നോക്കുക. ഔട്ടറായിട്ടുള്ള പുറത്തുള്ള P പാർട്ടിൽ ആനോഡും ഔട്ടറായിട്ടുള്ള പുറത്തുള്ള N പാർട്ടിൽ കാഥോഡും ഇന്നറായിട്ടുള്ള P പാർട്ടിൽ ഗേറ്റും ടെർമിനലുമാണ് എടുക്കുന്നത്. അങ്ങനെ 3 ടെർമിനൽ, 3 ടെർമിനൽ 4 ലെയർ PN 3 ജംഗ്ഷൻ ഡിവൈസാണ് SCR എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ സിമ്പൽ കാണിച്ചിട്ടുണ്ട്. ഡയോഡിൻ്റെ സിമ്പലിൽ ഒരു ഗേറ്റ് കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൺട്രോളിങ് പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്ടിഫയറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്ടിഫയർ. ആ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അൺകൺട്രോൾഡ് ആണ് ഡയോഡ് എന്ന് പറയുന്നത്. എന്നാൽ തൈറിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അഥവാ SCR ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോളിങ് പോസിബിൾ ആണ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം ഡയോഡിൻ്റെ ക്യാരൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ 3 മോഡ് ഓഫ് ഓപ്പറേഷനാണുള്ളത്. ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബ്ലോക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡാണ്. രണ്ടാമത്തേത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡാണ്. മൂന്നാമത്തേത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡാണ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചിത്രത്തിൽ ജംഗ്ഷൻ J1, J2, J3 3 ജംഗ്ഷനുകളുണ്ട്. നമ്മളിവിടെ ആനോഡിൽ നെഗറ്റീവും കാഥോഡിൽ പോസിറ്റീവും കൊടുക്കുക. ആനോഡിൽ നെഗറ്റീവും കാഥോഡിൽ പോസിറ്റീവും ഗേറ്റ് സമയത്ത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. ആനോഡിൽ നെഗറ്റീവ് കാഥോഡിൽ പോസിറ്റീവ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിത്രത്തിൽ ഇതാണ് ആനോഡിൽ നെഗറ്റീവും കാഥോഡിൽ പോസിറ്റീവും കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് റിവേഴ്സ് ബയാസ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ബയാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് P1 ഈ J1 എന്ന് പറയുന്ന ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആയിരിക്കും. കാരണം Pയിലേക്ക് നെഗറ്റീവാണ് വരുന്നത്. അതേപോലെ J3 എന്ന് പറയുന്ന ജംഗ്ഷൻ അതും റിവേഴ്സ് ബയാസ് ആണ്, കാരണം Nലേക്ക് പോസിറ്റീവാണ് വരുന്നത്. എന്നാൽ J2 എന്ന് പറയുന്ന ജംഗ്ഷൻ അത് ഫോർവേഡ് ബയാസ് ആണ്, കാരണം അതിൻ്റെ N ഭാഗത്തേക്ക് നെഗറ്റീവും P ഭാഗത്തേക്ക് പോസിറ്റീവുമാണ്. അതാണ് നമ്മളിവിടെ എഴുതി വയ്ക്കുന്നത്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ J1ഉം J3യും റിവേഴ്സ് ബയാസ് ആണ്, J2 മാത്രം, നടുക്കുള്ള J2 മാത്രം ഫോർവേഡ് ബയാസ് ആണ്. അപ്പോൾ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് നമ്മളിവിടെ എഴുതി വെച്ചത് കാണുക. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ J1ഉം J3യും റിവേഴ്സ് ബയാസ് ആണ്, J2 ഫോർവേഡ് ബയാസ് ആണ്. അപ്പോൾ ആ J2 കാരണമുള്ള ആ ജംഗ്ഷനിൽ കൂടെയുള്ള ചെറിയ കറണ്ട്, ലീക്കേജ് കറണ്ട് മാത്രമേ ഇതിൽ കൂടെ പോവുള്ളൂ, കാര്യമായ വേറെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ റിവേഴ്സ് വോൾട്ടേജ് ഇനിയും ആ നെഗറ്റീവ് വോൾട്ടേജ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടല്ലോ,
ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. ആ വോൾട്ടേജ് വീണ്ടും 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 അതിൻ്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കൂടെയുള്ള ആ ഒരു ലീക്കേജ് കറണ്ടിൻ്റെ അളവ് കൂടി ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും. എന്നിട്ട് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് കടന്നു പോകും. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പവർ ലോസും വോൾട്ടേജ് ഡ്രോപ്പും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു കണ്ടക്ഷൻ, അതായത് സാധാരണഗതിയിൽ ലീക്കേജ് കറണ്ടാണ് ഇതിൽ കൂടെ പാസ് ചെയ്യുക. എന്നാൽ ഈ വോൾട്ടേജിൻ്റെ അളവ് വീണ്ടും 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 ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ വലിയൊരു കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യും. അപ്പം അങ്ങനെ അതുവഴി കണ്ടക്ഷൻ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ അങ്ങനെ വലിയ വോൾട്ടേജ് കൊടുത്ത് ഇതിൽ കൂടെ വലിയ കറണ്ട് പാസ് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ വന്നാൽ ഇവിടെ ഒരുപാട് പവർ ലോസും അതേപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ഒരുപാട് നഷ്ടമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കറണ്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ കൂടെ വോൾട്ടേജ് ഡ്രോപ്പും പവർ ലോസും ഉണ്ടാകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ക്യാര കണ്ടോ, ഈ ഒരു ഗ്രാഫ് വരച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് ഒരു കളർ മാറ്റി കൊടുക്കാം. ഇങ്ങനെ, അതായത് ലീക്കേജ് കറണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ലെഫ്റ്റിലേക്ക് നോക്കൂ നിങ്ങൾ, ലെഫ്റ്റിലേക്ക് -VA എന്നാണ്. അഥവാ വോൾട്ടേജ് റിവേഴ്സ് ഡയറക്ഷനിൽ കൂട്ടി 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 വരുമ്പോൾ കറണ്ടിന് എന്ത് സംഭവിക്കുന്നില്ല, കറണ്ടിന് മാറ്റില്ല. കറണ്ട് ഏതാണ്ട് ഇതേ ലെവലിന് താഴേക്ക് കറണ്ടാണ്, കറണ്ട് കൂടുന്നില്ല, കറണ്ട് ഇങ്ങനെ തന്നെ പോകുന്നത്. ആ ചെറിയൊരു കറണ്ട് അവിടെ ഉണ്ട്. എന്തുകൊണ്ടുണ്ടായത്? അത് ലീക്കേജ് കറണ്ടാണ്, റിവേഴ്സ് ലീക്കേജ് കറണ്ടാണ്. പെട്ടെന്ന് വോൾട്ടേജ് കൂട്ടി 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 ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് അങ്ങോട്ട് കൂടാൻ തുടങ്ങും. പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് കൂടാൻ തുടങ്ങും. ആ വോൾട്ടേജിന് തന്നെ VBR അഥവാ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. പക്ഷെ അതിൽ വർക്ക് ചെയ്യിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ കണ്ടക്ഷൻ നടക്കുന്നില്ലേ, കറണ്ട് പാസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം. പക്ഷേ അവിടെ ഹൈ പവർ ലോസും വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടാകുന്നുണ്ട്. സോ ദിസ് ഇസ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഇനി ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്താണ് എന്നുള്ളതാണ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് പാർട്ടിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ കറണ്ട് നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കറണ്ട്, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയോഡിൻ്റെ ഫിഗർ എടുക്കുക. ഇവിടെ നമ്മൾ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കൊടുക്കുക. അതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ആ സമയം ഫോർവേഡ് ബയാസ്ഡ് എന്നൊക്കെ പറയും. ആ സമയത്ത് ജംഗ്ഷൻ J1 എന്ന് പറയുന്നത് ഈ P പോസിറ്റീവിലേക്കാണ്. ഇവിടെ ജംഗ്ഷൻ J3 എന്ന് പറയുന്നത് N നെഗറ്റീവിലേക്കാണ്. സോ J1ഉം J3യും ഫോർവേഡ് ബയാസും നടുക്കുള്ള J2 റിവേഴ്സ് ബയാസുമാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ അതാണ് ഇവിടെ എഴുതി വെച്ചത്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡലിൽ J1ഉം J3യും ഫോർവേഡ് ബയാസാണ്, J2 റിവേഴ്സ് ബയാസാണ്. ഇപ്പോഴും ഈ കേസിലും ഇവിടെ എപ്പോഴും മൂന്നും പിന്നെ ഫോർവേഡ് ബയാസ് അല്ലെങ്കിൽ മൂന്നും കണ്ടക്ട് ചെയ്യുമ്പോൾ മാത്രമേ ശരിക്കും അവിടെ കറണ്ട് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ലീക്കേജ് കറണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിങ്ങനെ എത്ര വോൾട്ടേജ് കൂട്ടി 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 വന്നാലും ഇങ്ങനെ കറണ്ട് ഇങ്ങനെ കിട്ടുള്ളൂ. കറണ്ട് കൂടുന്നില്ല കാര്യമായിട്ട്. അവിടെ ആ ലീക്കേജ് കറണ്ട് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കൂട്ടി, നമ്മൾ ഈ വോൾട്ടേജ് കൂട്ടി 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 വന്നാലും കറണ്ട് മാറുന്നില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അഥവാ VBO എന്ന് പറയുന്നൊരു വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ശരിക്കും കറണ്ട് ഇവിടെയാണ് കാണിക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കൂടുന്ന സമയത്ത് ഇപ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ SCRൻ്റെ മേലെ വരുന്ന വോൾട്ടേജാണ്. അപ്പോൾ വലിയൊരു കറണ്ട് വരുന്ന സമയത്ത് SCRൽ കൂടെ ഫുള്ള് കറണ്ട് പാസ് ചെയ്യുമ്പം SCR ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് 1 വോൾട്ടോ 0.5 വോൾട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വോൾട്ടേജ് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും വോൾട്ടേജ് കൂടുക. അപ്പോൾ വോൾട്ടേജ് കുറയുന്നുണ്ടെന്ന് കാണിക്കാനാണ് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് എവിടെ വരേണ്ടത്? ശരിക്കും ഇവിടെയാണ് വരേണ്ടിയിരുന്നത് കറണ്ട് കൂടിയത്. പക്ഷേ അതിങ്ങോട്ട് മാറ്റി, അതിങ്ങോട്ട് മാറി. കാരണം കറണ്ട് കൂടുന്ന സമയത്ത് എന്ത് കുറയുന്നുണ്ട്? വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്നുണ്ട്. എവിടെയുള്ള SCRലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ലെഫ്റ്റിലേക്ക് മാറ്റി വരച്ചത്. ഇനി ഈ പോയിന്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണ്ട, ജസ്റ്റ് ഇതുപോലെ വരച്ച് വെച്ചേക്കുക. ഓക്കെ. ഇനി അപ്പോൾ ഇങ്ങോട്ട് മാറിയതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇങ്ങോട്ട് മാറിയില്ലേ? അതായത് വോൾട്ടേജ് നമ്മൾ കൂട്ടി വന്നു, കൂട്ടിയപ്പോഴൊന്നും കറണ്ട് കൂടിയില്ല, കറണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം? അതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. അത് മെയിനായിട്ട് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യാണ്. അവിടെ ലീക്കേജ് കറണ്ട്, ചെറിയ കറണ്ട് മാത്രമേ ഉള്ളൂ. ഇനി ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് VBO കൊടുക്കുന്ന സമയത്ത് കറണ്ട് പെട്ടെന്ന് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അത് ഇവിടെ വരയ്ക്കാൻ കാരണം വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് പറയാം ആ ഒരു കറണ്ട് കൂടിയ ഈ ഒരു ക്യാരണ്ടല്ലോ, അതാണെന്ന് പറയുക ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറയുക. അപ്പോൾ 3 മോഡുകളാണ് ഇവിടെ. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്,
ഇവിടെ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്, ഇവിടെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലെത്തുമ്പോഴാണ് നമ്മൾ ഓൺ ആവുക എന്ന് പറയുക. ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലെത്തുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺ ആവുക എന്ന് പറയുക. അപ്പോൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ടേൺ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് SCRനെ മാറ്റുന്നതിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അടുത്ത ഒരു പേജിൽ ആ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറയുന്നൊരു പോയിന്റ് കൂടെ എഴുതാനുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ഒന്ന് എഴുതി വെച്ചേക്കുക. ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല, അത് എഴുതാൻ വിട്ടുപോയതാണ്. അപ്പം ഇവിടെ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തു. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലുള്ള അതേ സംഭവം തന്നെയാണ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ എഴുതേണ്ടത്. അതായത് J1ഉം J3യും എന്താണ്, ഫോർവേഡ് ബയാസ് ആണ്, J2 എന്താണ്, റിവേഴ്സ് ബയാസ് ആണ്. പക്ഷേ ഇവിടെ വി ആർ ഇൻക്രീസിങ് ദി ഫോർവേഡ് വോൾട്ടേജ്, ഇൻക്രീസിങ് ദ ഫോർവേഡ് വോൾട്ടേജ്. നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. വി ആർ ഇൻക്രീസിങ് ദ ഫോർവേഡ് വോൾട്ടേജ്. അങ്ങനെ ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദ ഫോർവേഡ് വോൾട്ടേജ് ഈസ് റീച്ച്ഡ് ടു എ പർട്ടിക്കുലർ വോൾട്ടേജ് കോൾഡ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. അപ്പോൾ ഈ ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് പർട്ടിക്കുലർ വോൾട്ടേജിലെത്തി. ആ വോൾട്ടേജിൻ്റെ പേരെന്താ, ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. നൗ ദി SCR സ്റ്റാർട്ട്സ് കണ്ടക്റ്റിംഗ്. ഈ സമയത്ത് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തുമ്പോൾ എന്ത് ചെയ്യും, SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. SCR സ്റ്റാർട്ട്സ് കണ്ടക്റ്റിംഗ് ആൻഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ SCR ഇസ് റെഡ്യൂസ്ഡ് ടു, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ SCR ഇസ് റെഡ്യൂസ്ഡ്. അപ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ SCR എന്ന് പറയുന്നത് കുറയാനും തുടങ്ങും. അപ്പോൾ ഈ പോയിന്റ് അത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക, തേർഡ് മോഡായിട്ട്. അപ്പോൾ നമ്മളോട് എക്സാമിന് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് 2-3 തരത്തിലാണ്. ഒന്ന് SCRൻ്റെ കൺസ്ട്രക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ PN ലെയറൊക്കെ വരയ്ക്കുക, സിമ്പിൾ ചോദിക്കാം, എന്താണ് SCR എന്ന് ചോദിക്കാം, SCRൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കണം. അതേപോലെ തന്നെ ഈ മോഡുകൾ എഴുതി വയ്ക്കണം. ചിലപ്പോൾ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ മാത്രം ചോദിക്കും. ഓക്കെ, മോഡുകൾ അതിൻ്റെ കൂട്ടത്തിൽ എഴുതണം. 3 മോഡുണ്ട്, 2 മോഡ് എഴുതിയുള്ളൂ, 3ാമത്തെ മോഡ് എഴുതേണ്ട എന്താണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഈ കളറിൽ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ തന്നെ പറയാം. ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഗേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറഞ്ഞു ഇതിനെ ട്രിഗർ ചെയ്യുക, ഓൺ ആക്കുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുക്കണം. മാത്രമല്ല അത് കൊടുത്തിട്ടാൽ മാത്രം പറയാം, അതിൻ്റെ വോൾട്ടേജ് കൂട്ടി എവിടെ എത്തിക്കണം, ഒരു ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്ന വോൾട്ടേജിൽ എത്തിക്കണം. അപ്പോൾ ഇതിലേക്കൂടെ എന്ത് ചെയ്യും, കറണ്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ നമുക്ക് ഇവിടെയുള്ള വോൾട്ടേജ് കൊടുത്തതിൻ്റെ അളവ് കുറവാണെന്ന് വിചാരിച്ചോളൂ. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കൊടുത്ത വോൾട്ടേജ് കുറവാണെന്ന് വിചാരിച്ചോളൂ. എന്നാലും കുഴപ്പമില്ല, ഇവിടെ ഗേറ്റിൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ മതി. അതായത് ഈ കാണുന്ന ഗേറ്റിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും വരുന്ന രീതിയിൽ ഇവിടെ ഒരു വോൾട്ടേജ് കൊടുക്കുക. ആ വോൾട്ടേജ് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും. ആ കറണ്ട് പാസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് മൊത്തം ഇതിലേക്കൂടെ കണ്ടക്ഷൻ നടക്കും. അതിനെയാണ് ഗേറ്റ് ട്രിഗറിങ് എന്ന് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. ആ ഫോർവേഡ് വോൾട്ടേജ് കൊടുത്ത് അത് കൂട്ടിയിട്ട് ട്രിഗർ ചെയ്യുന്ന ഓണാക്കുന്നതിന്. ഇത് ഗേറ്റ് ട്രിഗറിങ്. അപ്പോൾ ഗേറ്റ് ട്രിഗറിങ് കൊടുത്താൽ നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഈ പോസിറ്റീവ് ഈ നെഗറ്റീവ് വോൾട്ടേജിൻ്റെ അളവ് കൂട്ടി വലിയൊരു വോൾട്ടേജിലേക്ക് എത്തിക്കണ്ട. അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഗേറ്റ് കറണ്ട് കൊടുത്താൽ നമ്മൾ ഈ പറഞ്ഞ ഈ ചിത്രം നോക്കുക, ഈ ഗ്രാഫ് നോക്കുക. ഗേറ്റ് കറണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇത്രയും വോൾട്ടേജ് വേണം. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മുടെ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. എന്നാൽ ഗേറ്റ് കറണ്ട് കൊടുക്കുക എന്ന് വിചാരിച്ചോ, ഗേറ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പോകണ്ട, ഇത്ര മതി. അപ്പം ഈ ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഇതാ ഇവിടെ വരും, ഇങ്ങോട്ട് മാറി. ഓക്കെ, ഇനിയും വീണ്ടും ഗേറ്റ് കറണ്ട് കുറച്ചുകൂടെ കൂട്ടി. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതായി, പിന്നെ ഇവിടെയായി. അപ്പോൾ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് മാറി. ഇനി വീണ്ടും എന്ത് ചെയ്യാണ്, ഗേറ്റ് കറണ്ട് കൂട്ടുകയാണ്. ഗേറ്റ് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെയായി. അപ്പോൾ ഈ ക്യാർ ഇങ്ങനെ വന്നു. ഓക്കെ, ഇങ്ങനെ വന്നതിൻ്റെ അർത്ഥം എന്താ, ഈ ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞാൽ ഗേറ്റ് കറണ്ട് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ SCR ഓണാക്കാൻ വേണ്ട ഫോർവേഡ് വോൾട്ടേജിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ ഗേറ്റ് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ SCRനെ ടേൺ ഓൺ ചെയ്യാൻ ആവശ്യമായ അഥവാ ട്രിഗർ ചെയ്യാൻ ആവശ്യമായ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ അളവ് കുറഞ്ഞു വരും. അതാണ് ഇവിടെ എന്ത് ചെയ്തത്, ഈ ഇങ്ങനെ കുറേ എണ്ണം കാണിച്ചിട്ടുള്ളത്. ആദ്യം റെഡ്, പിന്നെ ബ്ലൂ, പിന്നെ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ മാറുന്നില്ലേ.
അപ്പോൾ ആ ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്, താഴേക്ക് വരുമ്പോൾ ബ്രേക്ക് ഓവർ വോൾട്ടേജ് ആണ്. ഇവിടെ ബ്രേക്ക് ഓവർ വോൾട്ടേജ് ആയി, പിന്നെ ഇങ്ങോട്ട് മാറി, പിന്നെ ഇങ്ങോട്ട് മാറി, അങ്ങനെ ഈ വലത്തു നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറുന്നത്? ഗേറ്റ് കറണ്ട് കൂടുതൽ കൊടുത്താൽ നമുക്ക് ആവശ്യമായ ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ അളവ് എന്ത് മതി? കുറച്ച് മതി എന്നാണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ട്രിഗറിങ് അല്ലെങ്കിൽ ടേൺ ഓൺ മെത്തേഡ്സ് ഓഫ് SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ SCRൻ്റെ ഉള്ളിൽ കൂടെ കറണ്ടിനെ കടത്തി വിടാൻ ആവശ്യമായ SCRൻ്റെ ഉള്ളിൽ കൂടെ കറണ്ടിനെ കടത്തി വിടണം അഥവാ ടേൺ ഓൺ ചെയ്യണം. അപ്പോൾ SCR നമ്മൾ കറണ്ട് പോണ വഴിയിൽ SCR വെച്ചാൽ SCR ഓൺ ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കറണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവുള്ളൂ, അപ്പുറത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ SCRനെ ഓൺ ആക്കാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്? 2 മെത്തേഡുകൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. ഒന്ന് ഫോർവേഡ് വോൾട്ടേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും വോൾട്ടേജ് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ അങ്ങനെ പൊളാരിറ്റി വോൾട്ടേജ് കൊടുത്ത് ഇങ്ങനെ കൂട്ടി വരിക. ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്ന വോൾട്ടേജിലേക്ക് എത്തുമ്പോൾ അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. അതാണ് എഴുതിയത്. ഫോർവേഡ് ബയസ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. അപ്പോൾ നമുക്കറിയാം ഫോർവേഡ് കൊടുക്കുമ്പോൾ J1 ഉം J2 ഫോർവേഡ് ബയാസാണ്, പക്ഷേ നടുക്കുള്ള J2 റിവേഴ്സ് ബയാസാണ്. ആ റിവേഴ്സ് ബയാസ് ആയിട്ടുള്ള J2 എന്ത് ചെയ്യണം? ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ടിനെ കടത്തി വിട്ടാൽ മാത്രമേ SCR കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഹൈ ഫോർവേഡ് ബയസ് വോൾട്ടേജ് കൊടുക്കുക. നമ്മളിപ്പോൾ കൊടുത്ത വോൾട്ടേജ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ കൂട്ടിയിട്ട് നമ്മളൊരു ഫോർവേഡ് വോൾട്ടേജ് കൊടുത്ത് SCRനെ ഓൺ ആക്കാൻ ആവശ്യമായ ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക? ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുക. അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗേറ്റ് പൾസ് കൊടുക്കാതെ, പിന്നെ ഗേറ്റ് പൾസ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ആ ഫോർവേഡ് വോൾട്ടേജിൻ്റെ അളവ് കുറഞ്ഞു വരും. ഓക്കെ. ഇനി ഗേറ്റ് ട്രിഗറിങ് അടുത്ത് അത് നമ്മൾ പറഞ്ഞതാണ്. എന്താ ഗേറ്റ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ് കാഥോഡ് ടെർമിനൽസിന് ഇടയ്ക്കായിട്ടൊരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുക. അപ്പോൾ അതിൽ കൂടെ ഒരു ഗേറ്റ് കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ അവിടെയുള്ള ചാർജ് കാരിയേഴ്സ് കൊണ്ടാണ് അങ്ങനെ ഒരു കറണ്ട് ഉണ്ടാവാൻ കാരണം. ഈ ചാർജ് കാരിയേഴ്സ് ആ ജംഗ്ഷനൊക്കെ പാസ് ചെയ്ത് റീകോമ്പിനേഷൻ നടന്ന് അവിടെ എന്ത് ചെയ്യും? കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഈ ഗേറ്റ് കറണ്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ആനോഡ് വോൾട്ടേജിൻ്റെ ആവശ്യമായ ആനോഡ് വോൾട്ടേജിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അങ്ങനെ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് കുറയും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതാണ് ഇവിടെ എഴുതി വെച്ചത്. അടുത്തത് തെർമൽ ട്രിഗറിങ്. തെർമൽ ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, SCRനെ പിടിച്ച് ചൂടാക്കുക, ഹീറ്റ് ചെയ്യുക. അപ്പോൾ അതിലുള്ള ചാർജ് കാരിയേഴ്സിൻ്റെ എനർജി ലെവൽ കൂടും, എനർജി കൂടുമ്പോൾ അവർ നന്നായിട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് ഈ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുക? കണ്ടക്ഷൻ എന്ന് പറയുക. അടുത്തത് ലൈറ്റ് ട്രിഗറിങ്. നമ്മൾ SCRലേക്ക് നന്നായിട്ടൊരു ഫോക്കസ് ചെയ്തിട്ട് നല്ല ലൈറ്റ് അടിച്ചു കൊടുക്കുക. ഫോക്കസ്ഡ് ബീം, ഇൻറ്റൻസിഫൈഡ് ലൈറ്റ് ബീം, അത് SCRൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതിലുള്ള ചാർജ് കാരിയേഴ്സ് നേരത്തെ ഹീറ്റ് ഉണ്ടായപ്പോൾ ഉള്ള പോലെ ലൈറ്റ് അടിച്ചു കൊടുക്കുമ്പോഴും ചാർജ് കാരിയേഴ്സ് എക്സൈറ്റഡ് ആകും. അഥവാ എനർജി ലെവൽസ് അതിൻ്റെ ഹയർ എനർജി ലെവലിലേക്ക് പോകും, എനർജി കൂടും. അങ്ങനെ കണ്ടക്ഷൻ നടക്കും. പിന്നെ dV/dt ട്രിഗറിങ്. dV/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ dV/dt ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് ട്രിഗറിങ് പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടിയിട്ട് അവിടെ ട്രിഗർ ചെയ്യിപ്പിക്കുക, ഓൺ ആക്കുക, ഫോർവേഡ് വോൾട്ടേജ് കൂട്ടിയിട്ട്. പക്ഷേ dV/dt ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ്. അപ്പോൾ dV/dt കൂടുക എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവുക. അപ്പോൾ വോൾട്ടേജ് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ വോൾട്ടേജിൽ എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മളെന്ത് പറയുക? dV/dt എന്ന് പറയുക. അപ്പോൾ ചിലപ്പോൾ ഫോർവേഡ് വോൾട്ടേജ് സാധാരണ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമ്മളെന്താ ചെയ്യുക? ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൂട്ടി എത്തിയൊരു ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിലേക്ക് എത്തണം. പക്ഷേ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ ചിലപ്പം നമ്മുടെ SCR ട്രിഗർ ചെയ്യും അഥവാ ഓണാവും. അതെങ്ങനെയാണ്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SCRലൊക്കെ കുറേ ജംഗ്ഷനുകളുണ്ട് അല്ലേ? PN ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ J2 എന്ന് പറയുന്ന ജംഗ്ഷനാണ് നമുക്ക്. ആ ജംഗ്ഷനിൽ ഒരു ചാർജിങ് കറണ്ട് ഉണ്ടാവും. ആ ജംഗ്ഷനിൽ ചാർജിങ് കറണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റൻസ് ചാർജിങ് കറണ്ട് ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ചാർജിങ് കറണ്ടിൻ്റെ ഇക്വേഷൻ, ആ ചാർജിങ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ CdV/dt ആണ്. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻറ്റു ആ ജംഗ്ഷനിലെ കപ്പാസിറ്റൻസ് ഇൻറ്റു dV/dt എന്ന് പറഞ്ഞാൽ നമ്മുടെ J2 ജംഗ്ഷനിൽ ഒരു dV/dt വരണം. dV/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്.
മാറ്റമാണ്. അപ്പോൾ വോൾട്ടേജിൽ പെട്ടെന്ന് ചെറിയൊരു മാറ്റം ഉണ്ടായി, ഡി വി ബൈ ഡി ടി ഉണ്ടായി എന്നുണ്ടെങ്കിൽ സി ഡി വി ബൈ ഡി ടി ആണ് ചാർജിങ് കറണ്ട്. അപ്പോൾ നമ്മുടെ ഈ J2 എന്ന് പറയുന്ന റിവേഴ്സ് ബയാസ് ജംഗ്ഷനിൽ നിന്നുണ്ടാകും ഒരു ചാർജിങ് കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടക്ഷൻ നടക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അപ്പോൾ എങ്ങനെ എത്ര ചെറിയ ചാർജിങ് കറണ്ട് ഉണ്ടായാലും കണ്ടക്ഷൻ നടക്കുമെന്ന് വെച്ചാൽ ഇല്ല. അവിടെ ഉണ്ടാകുന്ന ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗേറ്റ് കറണ്ട് എത്ര വേണം കൊടുക്കുന്നത്, ഇത് ഓൺ ആവണേ എത്ര ഗേറ്റ് കറണ്ട് കൊടുക്കണം, അത്രയും ഗേറ്റ് കറണ്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചാർജിങ് അവിടെ കണ്ടക്ഷൻ നടക്കുള്ളൂ. അതായത് റേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് കറണ്ട് ഉണ്ട്, ഇത്രയും ഗേറ്റ് കറണ്ട് വന്നാലേ അത് ഓൺ ആവുള്ളൂ എന്നുണ്ട്. ആ ഗേറ്റ് കറണ്ട് അതിനേക്കാൾ വലിയ വാല്യൂ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചാർജിങ് കറണ്ട് വന്നാലേ അത് ഓൺ ആവുള്ളൂ. അതാണ് ഡി വി ബൈ ഡി ടി ട്രിഗറിങ്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ആണ് SCRൻ്റെ. SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾഡ് റെക്ടിഫയർ, ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫയർ ഉണ്ടാക്കും, അതുപോലെ SCR ഉപയോഗിച്ചും റെക്ടിഫയർ ഉണ്ടാക്കും. അതുപോലെ ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ DC-നെ തിരിച്ച് AC ആക്കുന്ന സാധനമാണ്. പിന്നെ ചോപ്പർ, DC-നെ മാഗ്നറ്റ്യൂഡ് മാറ്റി വേറെ DC ആക്കുന്ന ചോപ്പർ, DC to DC. പിന്നെ ഹീറ്ററിൻ്റെ കൺട്രോൾ, റെഗുലേറ്റഡ് പവർ സപ്ലൈ, റിലേ കൺട്രോൾ, ബാറ്ററി ചാർജർ, DC ഷണ്ട് മോട്ടർ ഉണ്ട്, അതിൻ്റെ സ്പീഡ് കൺട്രോൾ, പ്രൊട്ടക്റ്റീവ് സർക്യൂട്ട് തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ SCR ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന സാധനമാണ് ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും. ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഓൺ ആകുന്നതുമായിട്ട് ബന്ധപ്പെട്ട SCR ഓൺ ആകുന്നതായിട്ട് ബന്ധപ്പെട്ട കറണ്ടാണ്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആകുന്നതായിട്ട് ബന്ധപ്പെട്ട കറണ്ടാണ്. ലാച്ചിങ് കറണ്ട് എപ്പോഴും ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ കൂടുതലായിരിക്കും. ലാച്ചിങ് കറണ്ട് ഡിവൈഡഡ് ബൈ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 2 to 3 അല്ലെങ്കിൽ 2.5 to 3 റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഇനി എന്താണ് ലാച്ചിങ് കറണ്ട്? നമ്മൾ പറഞ്ഞു ഓൺ ആക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ടാണ്. അതായത് നമ്മുടെ SCR ഉണ്ട്, നമ്മുടെ SCRൻ്റെ അതിലൊരു മിനിമം കറണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഒരു മിനിമം കറണ്ട് വേണം അത് ഓൺ ആവണം എന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ ഗേറ്റ് പൾസ് കൊടുത്തു, നമ്മളൊരു ഗേറ്റ് പൾസ് കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഗേറ്റ് ട്രിഗറിൽ നിന്ന് അടുത്താണ് നമ്മൾ. ഇപ്പോൾ SCR നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ എന്ത് ചെയ്തു, ആ SCRനെ ഓൺ ആക്കണം. അപ്പോൾ നമ്മൾ ഗേറ്റ് കൊടുത്തു, ഗേറ്റ് കറണ്ട് കൊടുത്തു. ഗേറ്റ് കറണ്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് ആനോഡ് കറണ്ട് എന്ന് പറയുക, അതിൻ്റെ ഉള്ളിൽ കൂടെ SCRൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ടിനെ. അപ്പോൾ ഗേറ്റ് കറണ്ട് കൊടുത്തപ്പോൾ അത് കാരണം കണ്ടക്ഷൻ നടക്കാൻ തുടങ്ങി, ഒരു ചെറിയ ആനോഡ് കറണ്ട് ഉണ്ടായി. അത് ചിലപ്പോൾ ലീക്കേജ് കറണ്ടോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കറണ്ടിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ എങ്കിലും മിനിമം വേണം. അതായത് ഗേറ്റ് കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ കൂടെ ആനോഡ് കറണ്ട് പാസ് ചെയ്യും, പക്ഷേ ചെറുതായിട്ട് ആനോഡ് കറണ്ട് ഉണ്ടായാൽ പോരാ, ആ ആനോഡ് കറണ്ടിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തണം, മിനിമം ഒരു വാല്യൂ എങ്കിലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിന് ആ ഒരു മിനിമം വാല്യൂ കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ, ആ മിനിമം വാല്യൂ കിട്ടുന്ന വരെ ഗേറ്റ് കൊടുക്കണം. ഇപ്പോൾ SCR ഓൺ ആക്കാൻ നമ്മൾ ഗേറ്റ് കൊടുക്കുന്നു. SCR എത്ര നേരം ഗേറ്റ് കറണ്ട് കൊടുക്കണം? ഗേറ്റ് കറണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ SCRൻ്റെ ഉള്ളിൽ കൂടി ആനോഡ് കറണ്ട് ഉണ്ടാകും. നമ്മൾ ഗേറ്റ് കറണ്ട് കൊടുത്താൽ ആ ആനോഡ് കറണ്ട് കുറച്ചുണ്ടായാൽ പോരാ, ഒരു പർട്ടിക്കുലർ മിനിമം വാല്യൂ വേണം ആനോഡ് കറണ്ട്. ആ മിനിമം വാല്യൂ ആനോഡ് കറണ്ട് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പിന്നീട് ആനോഡ് കറണ്ട് കൂടിയതിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും കണ്ടക്ഷൻ നടക്കുള്ളൂ. അതാണ് ഇവിടെ എഴുതിയത്, മിനിമം വാല്യൂ ഓഫ് കറണ്ട് എബവ് വിച്ച് ആനോഡ് കറണ്ട് ഷുഡ് റൈസ് ഫോർ റിലയബിൾ ടേൺ ഓൺ മര്യാദയ്ക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ആനോഡ് കറണ്ട് ഒരു പർട്ടിക്കുലർ മിനിമം വാല്യൂവിനേക്കാൾ കൂടണം. അതാണ് ഇവിടെ അതിൻ്റെ അടിയിൽ എഴുതി. ഗേറ്റ് പൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷുഡ് ബി അപ്ലൈഡ് ടു ദ SCR ടിൽ ആനോഡ് കറണ്ട് റൈസസ് എബവ് ലാച്ചിങ് കറണ്ട്. ആനോഡ് കറണ്ട് എന്ന് പറയുന്നത് ഈ മിനിമം കറണ്ടിനേക്കാൾ കൂടുതൽ, അഥവാ ഈ ലാച്ചിങ് കറണ്ടിനേക്കാൾ കൂടുതലാകുന്നത് വരെ നമ്മൾ ഗേറ്റ് പൾസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി അടുത്തതാണ് ഹോൾഡിംഗ് കറണ്ട്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ടേൺ ഓഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമുക്കൊരു പ്രത്യേക വാല്യൂ ഓഫ് ആനോഡ് കറണ്ട് ഉണ്ട്. ഓക്കെ, ഒരു പ്രത്യേക ഒരു വാല്യൂ ഓഫ് കറണ്ട് ഉണ്ട്. ആ വാല്യൂവിനേക്കാൾ താഴെ പോയാൽ നമ്മുടെ SCR ഓഫ് ആവും. അപ്പോൾ നമ്മുടെ SCRൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആനോഡ് കറണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ആ ആനോഡ് കറണ്ടിൻ്റെ അളവ് ഞാനിങ്ങനെ കുറച്ച് വന്നു. എന്നിട്ടൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, ആ പർട്ടിക്കുലർ വാല്യൂ അങ്ങോട്ട് എത്തി, അതിനേക്കാൾ താഴെ പോയാൽ പിന്നെ ആ SCR അങ്ങോട്ട് ഓഫ് ആവും. അങ്ങനെ ഒരു കറണ്ട് ഉണ്ട്. എന്താ പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ പോകുന്ന ആനോഡ് കറണ്ടിൻ്റെ വാല്യൂ, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ പറഞ്ഞല്ലോ, ആ വാല്യൂവിനേക്കാൾ കുറഞ്ഞാൽ നമ്മുടെ SCR എന്ത് ചെയ്യും, അതിൽ കൂടെ പിന്നെ കറണ്ടൊന്നും പാസ് ചെയ്യില്ല. അപ്പോൾ SCRൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ അളവ് ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ താഴ്ന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ പിന്നെ ഈ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെയാണ് നമ്മളെന്ത് പറയുക, ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുക. അപ്പോൾ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു. ലാച്ചിങ് കറണ്ടിൻ്റെ വാല്യൂ ആണ് അപ്പോൾ ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ കൂടുതലുണ്ടാവുക, അതിൻ്റെ റേഷ്യോ 2 to 3 ആണ്. നെക്സ്റ്റ് 2 ട്രാൻസിസ്റ്റർ മോഡൽ ഓഫ് SCR ആണ്. ഒന്നുമില്ല, SCRൻ്റെ ഫിഗർ നമ്മൾ നേരത്തെ വരച്ചു, PN. അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാകും. അതായത്
ഇവിടെ നമ്മൾക്കറിയാം മുകളിൽ പി, പിന്നെ ഈ രണ്ട് എന്നുകൾ ഇങ്ങനെ ചേർന്നത് പി എൻ പി പി, രണ്ട് പി ചേർന്ന് പിന്നെ അടിയിൽ എൻ. അപ്പോൾ ഇത് പി ഇങ്ങനെ കാണി വേറെ കളറ്, ഇത് പി, ഇത് എൻ, ഇത് പി, ഇത് എൻ. ഇവിടെ രണ്ട് പി ആയിട്ട് കാണിച്ചു, ഇവിടെ രണ്ട് എൻ ആയിട്ട് കാണിച്ചു. അപ്പോൾ ഇതെന്താ ശരിക്കും? ഇതൊരു പി എൻ പി എന്ന് പറയുന്ന, ഇതൊരു പി എൻ പി എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. ഇതൊരു എൻ പി എൻ എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. ഇങ്ങനെ രണ്ട് ട്രാൻസിസ്റ്ററുകൾ ഈ രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ട്രാൻസിസ്റ്റർ മോഡൽ ഓഫ് SCR. ഒരു SCRനെ 2 ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇതെങ്ങനെ കിട്ടി ഈ മോഡൽ? നമ്മുടെ അതിൻ്റെ മിഡിൽ ലെയറിനെ എന്ത് ചെയ്യുക? SCRനെ മിഡിൽ ലെയറിനെ സെപ്പറേറ്റ് പാർട്ടാക്കി മാറ്റുക. അപ്പോൾ ഈ ചിത്രം വരച്ച് വെക്കുക. അപ്പോൾ ഇതതിൻ്റെ സ്ട്രക്ചർ രൂപത്തിൽ വരച്ചാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചത്, ഇതതിൻ്റെ സിമ്പൽ രൂപത്തിൽ വരച്ചാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചത്. ഇനി അപ്പോൾ അത് എക്സാമിന് ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യുക? പൊലിപ്പിച്ച് എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് SCR, ഡിസഡ്വാൻറ്റേജസ് ഓഫ് SCR. SCRൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നുള്ളതാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCRനകത്ത് മൂവിങ് പാർട്സ് ഒന്നുമില്ല, അതുകൊണ്ട് നോയ്സ്ലെസ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. അതിൻ്റെ സ്വിച്ചിങ് എന്ന് പറയുന്നത് വളരെ ഹൈ സ്പീഡാണ്, അതിൻ്റെ സ്പീഡ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഈ ലോഡിലുള്ള കറണ്ട്, വലിയ കറണ്ടിൻ്റെയൊക്കെ ചെറിയ ഗേറ്റ് കറണ്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ട്രബിൾ ഫ്രീ സർവീസാണ്, കാരണം അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് SCRൻ്റെ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് പൾസ് ഉപയോഗിച്ചുകൊണ്ട്, പോസിറ്റീവ് ഗേറ്റ് പൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് SCRനെ ടേൺ ഓൺ ആക്കാൻ പറ്റും. പക്ഷേ നെഗറ്റീവ് പൾസ് കൊടുത്തിട്ട് അതിനെ ഓഫാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്തത് ഡയാക്കും ട്രയാക്കിനും നമ്മൾ എന്താണെന്ന് പറയണം. ഡയാക്ക്, ട്രയാക്ക്, പിന്നെ അതുപോലെ GTO, പിന്നീട് UJT എന്താണ്, പിന്നെ കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ്. അപ്പോൾ ഡയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ-AC എന്ന്, ബൈ ഡയറക്ഷണൽ തൈറിസ്റ്റർ ഡയോഡാണ്. നിങ്ങൾ ഇതിൻ്റെ പിന്നെ ഇക്വലന്റ് സർക്യൂട്ട് നോക്കുക. ഇവിടെ രണ്ട് ഡയോഡുകൾ ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്ത്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് ആൻറ്റി പാരലൽ എന്ന് പറയും. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഈ ബൈ ഡയറക്ഷണൽ തൈറിസ്റ്റർ ഡയോഡായിട്ടുള്ള ഡയാക്ക്. അതിൻ്റെ സിമ്പിൾ ഇതാണ്, ഒന്ന് മുകളിലേക്കും താഴേക്ക് ഡയോഡിൻ്റെ സിമ്പിൾ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, കൺസ്ട്രക്ഷനൊക്കെ ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ടെർമിനൽ, അതുപോലെ ഇവിടെ താഴെ ടെർമിനൽ, ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ടെർമിനലുള്ളത്. അപ്പോൾ ഈ മുകളിലത്തെ ടെർമിനലിൽ നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ്, കൂടുതൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ EP, EN, EP, EN. അപ്പോൾ PN എന്ന് പറയുന്ന ലെയർ ഉണ്ടാവും. അങ്ങനെ കണ്ടക്ഷൻ നടക്കും, അങ്ങനെ ഡയോഡ്, അങ്ങനെ ഈ ഒരു ഇതിൽ കൂടെ കണ്ടക്ഷൻ നടന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണ് താഴത്താണ് കൂടുതൽ പോസിറ്റീവ്, മുകളിൽ നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുകളിൽ ലെസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലോ, അപ്പോൾ കണ്ടക്ഷൻ EP, EN, EP, EN'. അപ്പോൾ രണ്ട് ഡയറക്ഷനിൽ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നേരത്തെയൊക്കെ SCRൻ്റെ കേസിൽ PN എന്ന് പറയുന്ന 4 ലെയർ ഉണ്ട്. അതിൽ മുകളിൽ പോസിറ്റീവും, ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അങ്ങനെ കൊടുത്ത് പിന്നെ കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ SCR എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷനിൽ, ഒരു ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ഷൻ നടക്കുള്ളൂ. പക്ഷേ ഡയാക്ക് എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷനിൽ, രണ്ട് ഡയറക്ഷനിലും കണ്ടക്ഷൻ നടക്കും. മുകളിൽ പോസിറ്റീവ് കൂടുതൽ കൊടുത്താലും താഴെ പോസിറ്റീവ് കൂടുതൽ കൊടുത്താലും അതിന് PN എന്ന് പറയുന്ന രണ്ട് പാത്ത് ഉണ്ട്. മുകളിൽ കൊടുത്താൽ ഇങ്ങനെ PN, മുകളിൽ കൊടുത്താൽ ഇങ്ങനെ PN ആവുക, മുകളിൽ കൊടുത്താൽ ഇങ്ങനെ PN ആവും. താഴെ കൊടുത്താൽ ഇങ്ങനെ PN ആവും. ഓക്കെ, അടുത്തതിൻ്റെ പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണ് നിങ്ങൾ ഇതാ ഫിഗർ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെങ്ങനെ വരയ്ക്കാനുള്ള കാരണം ഇവിടെയും കണ്ടക്ഷൻ ഉണ്ട്, ഇവിടെയും കണ്ടക്ഷൻ ഉണ്ട്. അപ്പോൾ SCRൻ്റെ ക്യാര പോലെ തന്നെ. പക്ഷേ SCRൽ നിന്ന് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് ഇങ്ങനെ കൂടുതൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ബ്രേക്കർ വോൾട്ടേജ് കുറഞ്ഞ ആ സംഭവം കാണിക്കണില്ല, കാരണം ഇവിടെ എന്തില്ല, ഗേറ്റ് ഇല്ല. അല്ലാത്തപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് SCRനെ പോലെ രണ്ട് ഡയറക്ഷനിലും കണ്ടക്ട് ചെയ്യുന്ന SCRനെ പോലെ അഥവാ തൈറിസ്റ്ററിനെ പോലെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് ബൈ ഡയറക്ഷണൽ തൈറിസ്റ്റർ ഡയോഡ്. കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ട്രയാക്കാണ്. ട്രയാക്ക് എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷണൽ തൈറിസ്റ്ററാണ്. ബൈ ഡയറക്ഷണൽ തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ SCR എന്ന് പറയുന്ന തൈറിസ്റ്റർ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് SCRനെ പലപ്പോഴും തൈറിസ്റ്റർ എന്ന് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കും, ഇവിടെ ആൻറ്റി പാരലൽ കണക്ഷൻ ഓഫ് തൈറിസ്റ്റർ അഥവാ SCR ആണ്. അപ്പം നേരത്തെ ആൻറ്റി പാരലൽ കണക്ഷൻ ഓഫ് ഡയോഡാണ്, ഇവിടെ തൈറിസ്റ്ററാണ്, തൈറിസ്റ്റർ SCR ആണ്. അപ്പോൾ അതിൻ്റെ ഫിഗറിലും ഇങ്ങനെ ഗേറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തൈറിസ്റ്ററും ഡയോഡും തമ്മിൽ വ്യത്യാസം, SCRും ഡയോഡും തമ്മിൽ വ്യത്യാസം ഗേറ്റാണ്.
അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ നേരത്തെ ഡയാക്കിൽ നിന്ന് വ്യത്യാസം എന്താ, ഇവിടെ ഗേറ്റിൻ്റെ സാധനമുണ്ട്. അപ്പോൾ ഗേറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ മാറുന്നുണ്ട്. ഗേറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്, ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ ഫിഗറിൽ ഇങ്ങനെ വരും ട്രയാക്കിൽ എന്തുകൊണ്ടാണ് ഈ സാധനങ്ങൾ ഉണ്ടാവാനുള്ള കാരണം, അത് ഗേറ്റ് കറണ്ട് കൂട്ടുന്നതിനനുസരിച്ച് ബ്രേക്ക് ഓവർ വോൾട്ടേജ് കുറഞ്ഞാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡയാക്കിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കി പഠിച്ചു വയ്ക്കുക. ട്രയാക്കിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാമിൽ. അത് മാത്രം ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കും. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC മെഷീൻസിൻ്റെ സ്പീഡ് കൺട്രോളിൽ, ഹീറ്റിംഗ് സർക്യൂട്ട്, ലൈറ്റിംഗ് സർക്യൂട്ട്, ഫാനിൽ, റെഗുലേറ്ററിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GTO ആണ്, ഗേറ്റ് ടേൺ ഓഫ് തൈറസ്റ്റർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ SCR ഗേറ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഗേറ്റ് കൊടുത്തിട്ട് ഓൺ ആക്കുക ചെയ്യാം. എന്നാൽ ഈ GTO ഗേറ്റ് ഓൺ ഓഫ് തൈറസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓഫ് ആക്കാനും പറ്റും. സാധാരണ SCR ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഗേറ്റ് ഓൺ ആക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഗേറ്റ് പിൻവലിച്ചാലോ ഗേറ്റ് നെഗറ്റീവ് കൊടുത്താലോ ഒന്നും സംഭവം ഓഫ് ആവില്ല, ഓൺ ആക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ GTOൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നെഗറ്റീവ് ഒരു ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഓഫ് ആക്കാനും കൂടെ പറ്റും. ആ നെഗറ്റീവ് ഗേറ്റ് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ആനോഡ് കറണ്ടിൻ്റെ ഒരു 20 to 30% ഉണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. 3 ടൈപ്പ് സിമ്പിൾ കാണിക്കാം. പിന്നെ GTO ഉപയോഗിക്കുന്ന ചോപ്പർ, ഇൻവെർട്ടർ, UPSലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ആണ് UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. സിമ്പിൾ നിങ്ങൾ കണ്ടതുപോലെ യൂണി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു P ഉണ്ടാവും, ഇവിടെ N ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒറ്റ ജംഗ്ഷൻ. PN തൈറസ്റ്ററിൽ എത്ര ഉണ്ടായിരുന്നു, 3 ജംഗ്ഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒറ്റ ജംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിമ്പിളാണ് ഇത് കണ്ട് നോക്കുക. ഈ B1 എന്ന് പറഞ്ഞാൽ ബേസ് 1, ബേസ് 2, E എന്ന് പറഞ്ഞാൽ എമിറ്റർ ആണ്. ഇതെൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ ഈ Pയും Nഉം ചേരുന്നിടത്തൊരു PN ജംഗ്ഷൻ, അതൊരു ഡയോഡ് പോലെ ഇവിടെ കാണിച്ചു. പിന്നെ ഈ B1 ഇങ്ങനെ വരുന്നിടത്തൊരു B2, RB2 എന്ന് പറഞ്ഞ റെസിസ്റ്റർ, ഇവിടെ B1 ചേരുന്നിടത്തൊരു വേറെ RB1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ, ആ രീതിയിൽ കാണിച്ചു. ഇക്വലൻറ്റ് സർക്യൂട്ട് സിമ്പിളാണ്. ഇനി അടുത്തത് ഇതിനെന്താ പറയാം, ഒരു 3 ടെർമിനൽ ഡിവൈസാണ്, സിംഗിൾ ജംഗ്ഷനേ ഉള്ളൂ. ഇവിടെയുള്ള N എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അതിൻ്റെ സൈഡിലായിട്ടൊരു P ഹെവിലി ഡോപ്പ് ചെയ്തിട്ടുള്ള P ജംഗ്ഷൻ. ഡോപ്പിംഗ് ഒക്കെ അറിയാമല്ലോ, ഇമ്പ്യൂരിറ്റീസ് അഥവാ വേറെ അപ്പുറത്തുള്ള ഗ്രൂപ്പിലെ എലമെൻസിനെ ആഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഡോപ്പിംഗ് എന്ന് പറയുക. അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഏതായാലും P എന്ന് പറഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് ആണ്, N എന്ന് പറഞ്ഞാൽ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഈ B2നോട് ചേർന്നിട്ടാണ് P വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചിത്രം വരച്ച് വെക്കണം. ഇതൊന്നുമില്ല, നമ്മൾ നേരത്തെ അതേ ചിത്രമാണ്. ഈക്വലൻറ്റ് സർക്യൂട്ട്, അത്രയും പോർഷൻ ഈക്വലൻറ്റ് സർക്യൂട്ടാണ്. ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു വോൾട്ടേജ് സപ്ലൈ കൊടുത്ത് VBB, ഇവിടെ ഒരു VBB എന്ന് പറയാൻ കാരണം ബേസ് 2 ബേസിനിടയ്ക്ക് കൊടുത്ത വോൾട്ടേജ് ആണ്. പിന്നെ VE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമിറ്ററിൽ കൊടുത്ത വോൾട്ടേജ് ആണ് VE. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ വരുന്ന VE എന്ന് പറയുന്ന വോൾട്ടേജ് എന്തിന് ഈക്വലാണ്, നമുക്കറിയാം. VE എന്ന് പറയുന്ന വോൾട്ടേജ് അത് ഏതിനൊക്കെ ക്രോസ് ആയിട്ടാണ് പോകുന്നത്, ഈ ഡയോഡിൽ VDയും അതേപോലെ VB1 ആയിട്ടാണ് പോവുക. കുറച്ച് ഓഫ് വോൾട്ടേജ് ലോ പ്രകാരം ഈ ലൂപ്പിൽ അല്ലേ. അപ്പോൾ VE എന്ന് പറയുന്നത് VDയും VB1 ആയിട്ടാണ് പോവുക. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യുക, VD പ്ലസ് ഈ VB1 ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. VB1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഡിവൈഡിങ് തിയറം വെച്ചിട്ട് VBB ഇൻറ്റു RB1 ബൈ RB1 പ്ലസ് RB2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കി VB1. ഓക്കെ, അത് നിങ്ങളിനി അറിയില്ല എന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ചെയ്താൽ മതി. VB1 ഇക്വേഷൻ എന്താ, വോൾട്ടേജ് ഡിവിഷൻ തിയറം. VBB എന്ന് പറയുന്ന വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്ത് RB1 കൊടുക്കുക, എത്ര വോൾട്ടേജ് RB1 കിട്ടാൻ നോക്കുക. അപ്പോൾ VBB ഇൻറ്റു RB1 ഡിവൈഡ് ബൈ RB1 പ്ലസ് RB2. ഈ RB1 ഡിവൈഡ് ബൈ RB1 പ്ലസ് RB2 എന്നുള്ളതിന് ഈറ്റ, ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ ഇക്വേഷനിൽ VB1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഈറ്റ VBB എന്ന് വരും. അപ്പോൾ ഇതാണ് VB1ൻ്റെ ഇക്വേഷൻ, ഈറ്റ VBB. അപ്പോൾ ഈ ഈറ്റ VBBയും VDയും കൂട്ടിയാൽ നമ്മുടെ VEനേക്കാൾ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PN ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആകും, അപ്പോൾ അത് ഓഫ് ആകും എന്നാണ് പറയുന്നത്. അതേപോലെ ഈ VD എന്ന് പറയുന്ന നമ്മുടെ വോൾട്ടേജ്, VE എന്ന് പറയുന്ന നമ്മുടെ വോൾട്ടേജ് നമ്മുടെ VD പ്ലസ് VB1 അഥവാ ഈറ്റ VBB അതിനേക്കാൾ കുറവാവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ മാറിപ്പോയി നോക്കുക. ഇവിടെയുള്ള VE എന്ന് പറയുന്നത് നമ്മുടെ VE എന്ന് പറയുന്ന വോൾട്ടേജ്
വി ഡി പ്ലസ് വി ബി വൺ അഥവാ ഈറ്റ വി ബി ബി അതിനേക്കാൾ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പി എൻ ജംഗ്ഷൻ യു ജെ ടിയിലുള്ള അത് ഫോർവേഡ് ബയാസ് ആയിരിക്കും, നമ്മുടെ യു ജെ ടി ഓൺ ആയിരിക്കും. ഇനി വി ഇ എന്ന് പറയുന്ന വോൾട്ടേജ് വി ഡി പ്ലസ് വി ബി വൺ അഥവാ ഈറ്റ വി ബി വൺ അതിനേക്കാൾ കുറവാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആയിരിക്കും, യു ജെ ടി ഓഫ് ആയിരിക്കും. ഈ ഒരു കാര്യമാണ് അതിൻ്റെ വർക്കിങ്ങിൽ പറയേണ്ടത്, ഓപ്പറേഷനിൽ പറയേണ്ടത്. പിന്നീട് അതിന് പറയാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോയുടെ വാല്യൂ 0.4 to 0.8 ആണ്. ഇതിന് ക്യാരക്ടറിസ്റ്റിക്സാണ് പറയുക. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കും ഇത്. അപ്പോൾ ഇതൊരു വി പിയും എമിറ്റർ വോൾട്ടേജും എമിറ്റർ കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ്. വി ഇയും ഐ ഇയും തമ്മിലുള്ള ഗ്രാഫാണ്. അതിൽ ഈ ഒരു വോൾട്ടേജിനെ നമ്മൾ വാലി വോൾട്ടേജ് എന്നാണ് പറയുക, ഈ വോൾട്ടേജിനെ പീക്ക് വോൾട്ടേജ് എന്നാണ് പറയുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ പീക്കിലേക്ക് വരയ്ക്കുന്ന കറണ്ടിനെ പീക്ക് കറണ്ട് എന്നും ഇവിടേക്ക് വരയ്ക്കുന്ന വോൾട്ടേജ് കറണ്ടിനെ പീക്ക് വാലി കറണ്ട് എന്നും പറയുന്നു. ഈ വാലി കറണ്ടും വാലി വോൾട്ടേജും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വാലി പോയിൻ്റ്. പീക്ക് വോൾട്ടേജും പീക്ക് കറണ്ടും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പീക്ക് പോയിൻ്റ്. ആ പീക്ക് പോയിൻറ്റും വാലി പോയിൻറ്റിന് ഇടയ്ക്കായിട്ടാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് കിട്ടുക. ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഇത് സാച്ചുറേഷനാണ്, ഇവിടെ എഴുതിയിട്ടില്ല, അത് എഴുതി വെക്കുക. ഇത് സാച്ചുറേഷനാണ്. അപ്പോൾ അതാണ് ഗ്രാഫ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗ്രാഫിൽ വാലി പോയിൻറ്റിനും പീക്ക് പോയിൻറ്റിനും ഇടയ്ക്ക് നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സാച്ചുറേഷനാണ് അങ്ങനെ മുകളിലേക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുക. എമിറ്റർ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണെന്നൊക്കെ തട്ടി വിട്ടേക്കുക. ഓക്കെ. ഇനി കമ്മ്യൂട്ടേഷൻ, ടേൺ ഓഫ് എസ് സി ആറിന് ഓഫ് ആക്കാനുള്ള. എസ് സി ആറിന് ഓഫ് ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്കാണ്. അപ്പോൾ എസ് സി ആറിന് ഓഫ് ആക്കുക എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ നിന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലേക്ക് കൊണ്ടുവരിക. രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്ന് ഹോൾഡിംഗ് കറണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ ആനോഡ് കറണ്ട് കുറയണം. രണ്ടാമത്തേത് അത് മാത്രമല്ല, ആ സമയത്ത് എന്ത് ചെയ്യണം, ഒരു റിവേഴ്സ് വോൾട്ടേജ് നമ്മുടെ എസ് സി ആറിനെ ക്രോസ് ആയിട്ട് എപ്പോഴും റിവേഴ്സ് വോൾട്ടേജ് വരണം. കാരണം നമുക്കറിയാം എപ്പോഴും ഓൺ ആക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ഫോർവേഡ് വോൾട്ടേജാണ് എസ് സി ആറിനെ ക്രോസ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഓഫ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റിവേഴ്സ് വോൾട്ടേജ് വരിക എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. രണ്ട് ടൈപ്പാണ് നമ്മുടെ കമ്മ്യൂട്ടേഷൻ അഥവാ ഓഫ് ആക്കുന്നത്, നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനും. നമുക്കറിയാം ഒരു സൈൻ വേവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക. സൈൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കൂടി പോസിറ്റീവ്, പിന്നെ ഇങ്ങനെ കുറഞ്ഞ് 0, പിന്നെ ഇങ്ങനെ റിവേഴ്സ് ഡയറക്ഷനിൽ നെഗറ്റീവ്, ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യുക, ഇവിടെ ഇതിപ്പോൾ ഒരു കറണ്ടാന്ന് വിചാരിച്ചോളൂ, വൈ ആക്സിൽ കറണ്ട്. അപ്പോൾ ഇത് കറണ്ടാണ്. കറണ്ട് ഇങ്ങനെ കുറഞ്ഞ് എന്ത് ചെയ്തു, സീറോയിലെത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പോയിൻ്റ് എത്തി, അത് ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ കുറഞ്ഞു എന്നൊക്കെ പറയാം. പിന്നെ ഇങ്ങനെ എന്ത് ചെയ്തു, കൂടി പിന്നെ ഇങ്ങനെ നെഗറ്റീവ് ഡയറക്ഷനിലായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജും കറണ്ട് മാത്രമല്ല വോൾട്ടേജൊക്കെ എന്തായി, റിവേഴ്സ് നെഗറ്റീവ് വോൾട്ടേജായി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, അതായത് കറണ്ട് 0 ആവും, അതിന് ശേഷം എന്ത് ചെയ്യാണ്, അത് നെഗറ്റീവ് വോൾട്ടേജ് വരിക, ഈ സംഭവം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ എന്ത് ചെയ്യുക, സൈൻ വേവ് ആണ് അഥവാ എ സി ആണെന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തുനിന്ന് യാതൊരുവിധ സർക്യൂട്ട് ഉപയോഗിക്കാണ്ട് തന്നെ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കറണ്ട് എ സിയിൽ ഓരോ ഹാഫ് സൈക്കിൾ കഴിയും തോറും എ സി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ 0 ആവുന്നുണ്ട്. പിന്നെ വീണ്ടും 0 അല്ലേ, ആ 0 ആയി കഴിഞ്ഞ ഉടനെ തന്നെ നെഗറ്റീവ് ആവുന്നുണ്ട്. 0 ആയി കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട് വോൾട്ടേജ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നാച്ചുറലായിട്ട് അവിടെ കമ്മ്യൂട്ടേഷൻ ഓഫ് നടക്കും. അതാണ് ഇൻ എ സി സർക്യൂട്ട് കറണ്ട് പാസസ് ടു 0 എവറി ഹാഫ് സൈക്കിൾ ആഫ്റ്റർ കറണ്ട് ബിക്കം 0 എ റിവേഴ്സ് വോൾട്ടേജ് ഇസ് ഓൾസോ അപ്പിയർഡ് അക്രോസ് റിവേഴ്സ് വോൾട്ടേജ് ഇസ് ഓൾസോ അപ്പിയർഡ് നോക്കുക അക്രോസ് എസ് സി ആർ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ്, ഡിവൈസ് ഓഫായി. ഇവിടെ എക്സ്റ്റേണൽ സർക്യൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനെ വിളിക്കുന്ന മറ്റു പേരാണ് ലൈൻ കമ്മ്യൂട്ടേഷൻ. ഇങ്ങനെ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇല്ലാത്തതുകൊണ്ട് വിളിക്കുന്ന പേരാണ് ലൈൻ കമ്മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ സോഴ്സ് കമ്മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ. ഇനി അടുത്തതാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ഇപ്പോൾ ഇത് എ സിയിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുള്ളൂ, അപ്പോൾ ഡി സി സർക്യൂട്ട്സിൽ ഇങ്ങനെ നടക്കില്ല. അപ്പോൾ ഡി സി സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, കറണ്ടിനെ 0 ആക്കണം, പിന്നെ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കറണ്ടിനെ 0 ആക്കാൻ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് കൊടുക്കണം. അതിനാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുക. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ടൈപ്പുകളുണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ, ക്ലാസ് ഇ. ഓക്കെ, ഇത് ഷോപ്പർ, ഇൻവെർട്ടർ, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്
ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, പഠിച്ചു വെച്ചേക്കുക. കമ്പാരിസൺ BJT MOSFET IGBT തമ്മിലുള്ള കമ്പാരിസൺ, അതേപോലെ JFET MOSFET തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് അതേപോലെ പഠിച്ചു വെച്ചേക്കുക. കൺഫ്യൂഷൻ ഉള്ളത് ഇവിടെ ഓരോന്ന് ഞാൻ വായിച്ച്, ഒന്നാമത്തത് മോസ്ഫെറ്റിൻ്റെ ഓരോന്നിൽ എന്താണെന്നുള്ള പറയുന്നില്ല. BJT എന്ന് പറഞ്ഞാൽ ബൈപ്പോളാർ ഡിവൈസാണ്. ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ്, അതേപോലെ ഓൺ സ്റ്റേറ്റ് കണ്ടക്ഷൻ എന്നാട്ടോ, CONDN എന്ന കണ്ടക്ഷൻ പവർ ലോസ്, സ്വിച്ചിങ് പവർ ലോസ്, ഇൻപുട്ട് ഇംപെഡൻസ് കറണ്ട് കൺട്രോൾഡ് ഡിവൈസാണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അവിടെ എഴുതിയത്. പിന്നെ പാരലൽ ഓപ്പറേഷൻ നോട്ട് അഡ്വൈസബിൾ, പിന്നെ അതിൻ്റെ കറണ്ട് വോൾട്ടേജ് റേറ്റിംഗ്, ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തത്. ഓക്കെ, അത് തന്നെ അപ്പുറത്ത് എന്താണെന്നുള്ള പഠിച്ചു വയ്ക്കുക. ആ എക്സ്പ്ലനേഷനുള്ള സമയമില്ല, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇതേപോലെയുള്ള JFET MOSFET തമ്മിലുള്ള കമ്പാരിസൺ, അതിൻ്റെ ഇതൊന്നും നോക്കുക. അത്രയും ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, വായിച്ചു വയ്ക്കുക. കഴിഞ്ഞിട്ട് ഇത്രയും പോർഷൻ ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ സെഷനിൽ നമുക്ക് പറയാനുള്ളത്, ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്.